എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ യൂണിവേഴ്സ് ഭയങ്കര അബൻഡൻ്റ് ആണല്ലേ. അതായത് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം യൂണിവേഴ്സ് ഭയങ്കര അബൻഡൻ്റായിട്ടാണ് തന്നിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് വെളിച്ചം, വായു അല്ലേ, എയറൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഭയങ്കര അബൻഡൻ്റായിട്ടാണ്. മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എയർ പൊല്യൂട്ടഡ് ആവും, അതുപോലെ ശ്വാസം എടുക്കുക അല്ലെങ്കിൽ ഓക്സിജൻ്റെ ലെവൽ കുറയണതല്ലാതെ നമുക്ക് എല്ലാം പ്രകൃതി വളരെ അബൻഡൻ്റായിട്ടാണ് തന്നിരിക്കുന്നത്. ഇപ്പം ഞാനത് ശ്വസിക്കുന്നു, ഇനി എൻ്റെ അടുത്തിരിക്കുന്ന ആൾ എയർ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ എയർ കുറഞ്ഞു പോകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഒരിക്കലും ആരും ചിന്തിച്ചിട്ടില്ല അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ആരൊക്കെ ഇവിടെ ശ്വസിച്ചാലും എത്രയൊക്കെ ആൾക്കാർ ജനിച്ചാലും അതിന് വേണ്ട എയർ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ, വ്യക്തമായി അറിയണോണ്ടാണ്. ഇതുപോലെ തന്നെയാണ് പൈസയുടെ കാര്യം. പക്ഷേ പൈസയുടെ കാര്യം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എല്ലാവർക്കും ഉള്ള പൈസ ഈ യൂണിവേഴ്സിലുണ്ടോ? ആ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അബൻഡൻറ്റ് മണി തരുന്ന ഒരു എന്താ പറയുക, ഒരു കാര്യമാണോ എന്നൊക്കെ നമുക്ക് പല ഡൗട്ടുകൾ തോന്നാം. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പൈസയുടെ കാര്യം വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോട്ട് വരുന്നതും നമുക്ക് അതിൻ്റെ ഒരു ബ്ലോക്കേജ് വരുന്നതും ഒക്കെ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് ടെക്നിക്കാണ്. ഡോട്ട് ടെക്നിക്ക്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. ഓക്കെ, ബുക്കിൽ തന്നെ ചെയ്താലും മതി. ഓക്കെ, പേപ്പറിൽ തന്നെ വേണമെന്നില്ല. ഒരു ബുക്കിൽ ഇതുപോലെയുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് പേപ്പറിൽ നിങ്ങൾ നടുക്കിൽ ഒരു ഡോട്ട് ഇടുക. ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഈ ഡോട്ട് എന്തിനെ സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന പൈസയാണ്. ഓക്കെ, അതായത് മാസം എനിക്കൊരു 10,000 രൂപ വേണം, 50,000 രൂപ വേണം, 1,00,000 രൂപ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂണിവേഴ്സിന് ചോദിക്കുന്നു, ഇത് ഇത്രയും യൂണിവേഴ്സ് അബൻഡൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ അത്രയും പൈസ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. ഓക്കെ, ഇതൊരു കൺവിക്ഷൻ ഓഫ് മൈൻഡ് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ മൈൻഡിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു യൂണിവേഴ്സിൻ്റെ ഇതിൽ ഞാൻ ഒരു കുഞ്ഞു ഡോട്ടിൻ്റെ അത്രയുള്ള പൈസയെ ചോദിക്കുന്നുള്ളൂ എന്ന് നമ്മുടെ മനസ്സിനെ കൺവിൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കൺവിൻഷൻ ആവും. കാരണം എന്താ വെച്ചാൽ, ഓക്കെ, ഇത്രയും വലിയ പ്രപഞ്ചത്തെ ഞാൻ ഇത്തിരിയല്ലേ ചോദിക്കണുള്ളൂ അല്ലേ, ഒരു കടുകുമണിയുടെ അത്രയല്ലേ ഞാൻ ചോദിക്കണുള്ളൂ, അപ്പോൾ അതെനിക്ക് കിട്ടും എന്ന് പറഞ്ഞൊരു സ്ട്രോങ് ബിലീഫ് നമുക്ക് വരാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് നമ്മളൊരു ഡോട്ട് ഇടുന്നത്. നമുക്ക് അവിടെ എഴുതാം 50,000 പെർ മന്ത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അഫർമേഷൻ താഴെ എഴുതി വയ്ക്കാം, ഐ ആം happily receiving 50,000 per month. Thank you, universe. ഓക്കെ, ഞാൻ വളരെ സന്തോഷത്തോടുകൂടി 50,000 പെർ മന്ത് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു, താങ്ക് യു യൂണിവേഴ്സ്. ആ ഒരു അഫർമേഷനും കൂടെ അവിടെ എഴുതി വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ഈ ഒരു ബുക്ക് നിങ്ങളുടെ അവിടെ അടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് പറ്റുമ്പോഴൊക്കെ നമ്മൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആലോചിക്കാൻ നോക്കി, ഇത്രയും വലിയ പ്രപഞ്ചം, ഇത്രയും സമൃദ്ധമായ പ്രപഞ്ചത്തിൽ നിന്നും ഞാനൊരു കടുകുമണിയുടെ അത്രയേ ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ അതെനിക്ക് ലഭിക്കും, അത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ 50,000 എന്നൊക്കെ പറഞ്ഞ് വളരെ എങ്ങനെയായിട്ട് ചിന്തിക്കുമ്പോഴാണ് അത് കിട്ടില്ലേന്ന് നമ്മൾ അതിനൊരു വേർത്താണോ, നമുക്ക് അതിനുള്ള അവകാശം ഉണ്ടോ നമുക്ക് തോന്നണത്. പക്ഷേ നമ്മൾ ഇങ്ങനൊരു കൺവെൻഷൻ നമ്മൾ കൊടുക്കുമ്പോൾ എന്താവും, അത് നമുക്ക് ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പം നമ്മുടെ മനസ്സ് പറയാൻ ഓക്കെ 50,000 ഒക്കെ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നടക്കും എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ കൺവിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ അത് ലഭിക്കാനുള്ള സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കൺമുമ്പിൽ വരും. ഓക്കെ, നമ്മുടെ മനസ്സ് എന്ത് വിശ്വസിക്കുന്നു അതാണ് നമുക്ക് ലഭിക്കുന്നത്. 50,000 രൂപ എനിക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ പറയണം, ഓക്കെ, ഒരു കടുകുമണിയുടെ അത്രയേ ഉള്ളൂ 50,000 പ്രപഞ്ചമേ ഇത്രയും വലിയ യൂണിവേഴ്സ് ഞാൻ ഇത്രയും ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ എനിക്കത് കിട്ടൂലേ എന്ന് നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് അത് വിശ്വസിക്കാൻ തുടങ്ങും. ഓക്കെ, 50,000 വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, 50,000 നമുക്ക് എവിടെ നിന്ന് ചിട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോണായിരിക്കാം, 50,000 രൂപ ലഭിക്കുന്നൊരു ജോലിയായിരിക്കാം, എല്ലാ മാസം കിട്ടുന്നൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ അതിന് ബിസിനസ് നമുക്ക് ഒരു ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമോ. ഓക്കെ, ഇങ്ങനെ പല ഐഡിയാസും നമുക്ക് വരാം. ഇതാണ് ഡോട്ട് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ തവണയും നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അവിടെ ഒരു സിംഗിൾ ഡോട്ട് ഇടുക, എത്രയാണോ എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ലഭിക്കേണ്ട എമൗണ്ട് അത് എഴുതുക. ഐ എം ഹാപ്പിലി റിസീവിങ്, ഈ ഒരു പൈസ നമുക്ക് സ്വീകരിച്ചു, ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നു. ഇതാണ് ഡോട്ട് ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ പൈസയ്ക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ഇത് വേറൊന്നുമില്ല, ഒരു മാജിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാണ്, നമ്മൾ നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയും രൂപയുടെ ആവശ്യമുള്ളൂ, ഇത് എനിക്ക് വളരെ ഈസി ആയിട്ട് പറ്റും, അതുകൊണ്ട് എനിക്കറിയാം ഇത് നടക്കും എന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്നു, അല്ലേ? അതാണ് അവിടെ നടക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഒറ്റ തവണ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ്, ഈ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. ദിസ് ഇസ് റോഷി മാനം സൈനിങ്.